ഹായ് കൂട്ടുകാരെ, എന്നെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ ഇന്ന് നമ്മൾ ഒരു ചുരിദാർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരിദാറിൻ്റെ തുണി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചും അതിൻ്റെ അളവുകൾ എങ്ങനെ എടുക്കണം എന്നുള്ളതിനെക്കുറിച്ചും ഒരു ജസ്റ്റ് ഒരു ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പാകത്തിനുള്ളൊരു കണക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോണത്. നമ്മൾ മെറ്റീരിയലായിട്ട് മുറിച്ചെടുക്കുകയാണെങ്കിൽ ഒത്തിരി പൊക്കവും വണ്ണവും ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരു 3 മീറ്റർ തുണി വേണം. പിന്നെ ബിറ്റായിട്ട്, അതായത് ചുരിദാർ സെറ്റായിട്ട് കിട്ടുന്നതിൻ്റെ അകത്ത് 2.25 2.5ഒക്കെയാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ കൈയൊക്കെ ജോയിൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ ചുരിദാറിൻ്റെ തുണി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 4ആയിട്ട് മടക്കി ഇടണം. 4ആയിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് ഇപ്പോൾ നമ്മുടെ സ്വന്തം ചുരിദാറാണെങ്കിൽ ആ ചുരിദാറിന് എത്ര ഇറക്കമുണ്ടോ ആ ഇറക്കം ആദ്യം എടുക്കണം. ഇറക്കം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കണ കണക്കെന്ന് പറഞ്ഞാൽ 0 to 1 ആണ്. അതായത് 0-ൽ നിന്ന് 1-ലേക്കുള്ള ഇറക്കമാണ് ആകെ ഉള്ള ഇറക്കം. ആകെയുള്ള ഇറക്കത്തിൻ്റെ കൂടെ നമ്മളെപ്പോഴും 2 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്, അതായത് ചുരിദാറിൻ്റെ അടി മടക്കി അടിക്കാനും ഷോൾഡറിൻ്റെ ഭാഗത്തും കുറച്ച് തയ്യൽ തുമ്പ്, ഒരു 1/4 ഇഞ്ച് ഷോൾഡറിൻ്റെ ഭാഗത്തും തയ്യൽ തുമ്പ് പോവും. താഴെ ഒരു 1.5 ഇഞ്ചോ ഒക്കെ മടക്കി അടിക്കണം. അപ്പോൾ അങ്ങനെയാണ് ആകെ ഇറക്കം എന്ന് പറഞ്ഞാൽ 0-ൽ നിന്ന് 1-ലേക്കുള്ള ഇറക്കമാണ് ആകെ ഇറക്കം. 0.2 എന്ന് പറയുന്നത് കഴുത്തകലാണ്. അതുപോലെ തന്നെ ആ 0.2ൽ നിന്ന് അതുപോലെ തന്നെ താഴെയും 6 to 3 എന്നുള്ളതും താഴെയും അതുപോലെ തന്നെ കഴുത്തകലം എടുക്കണം. 0.6 എന്നുള്ളത് കഴുത്തിൻ്റെ ഇറക്കമാണ്. നമുക്ക് കഴുത്തിറക്കം ചിലർക്ക് 5.5 വേണം, ചിലർക്ക് 6 വേണം, 6.5 വേണം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. പിന്നെ 2, 4 എന്ന് പറയുന്നത് ഷോൾഡറിൻ്റെ അളവാണ്. അതായത് നമുക്കൊരു ഷോൾഡറിൻ്റെ അളവ് ഒരു 3.5 കൂടുതൽ വരേണ്ട ആവശ്യമില്ല. എത്ര വണ്ണം ഉള്ളവർക്കാണെങ്കിലും ഒരു 3.5 കൂടുതൽ ഷോൾഡറിൻ്റെ വിരിവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ തയ്ച്ച് വരുമ്പോൾ 3.5 ഇട്ട് വെട്ടുവാണെങ്കിൽ തയ്ച്ച് വരുമ്പോൾ ഒരു 3 ഇഞ്ച് 3 ഇഞ്ച് വരാവുന്ന രീതിയിലാണ് വരണത്. പിന്നെ 4, 5 എന്നുള്ളത് കഷക്കുഴിയുടെ ഇറക്കമാണ്. കഷക്കുഴിയുടെ ഇറക്കം ഒരു 6 ഇഞ്ച്, എപ്പോഴും 6 ഇഞ്ച് മതി. ഇനി എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചുവണ്ണമാണ്. അതായത് നമ്മുടെ കഷക്കുഴിയുടെ അകത്തേക്കടെ റൗണ്ട് ചെയ്ത് പിടിക്കണ അളവാണ് നെഞ്ചുവണ്ണം. അത് 6, 7 എന്ന് പറഞ്ഞാണ് നമ്മുടെ നെഞ്ചുവണ്ണം. നെഞ്ചുവണ്ണം എപ്പോഴും എടുക്കുമ്പോൾ അതിൻ്റെ 4/1 കണ്ടേച്ച് അതിൻ്റെ കൂടെ എപ്പോഴും തയ്യൽ തുമ്പ് ഒരു 2 ഇഞ്ച് കൂടുതലിടണം. 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടുതലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കുറച്ച് ലൂസാക്കണമെങ്കിൽ ലൂസാക്കാം. ചില തുണിയൊക്കെ കഴുകി കഴിയുമ്പോൾ ചുരുങ്ങി പോകണമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇത് കിട്ടും. നമുക്ക് 2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെയുള്ളത് 0-ൽ നിന്ന് 8-ലേക്കുള്ള ഇറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഷേപ്പ് കൊടുക്കണ ഭാഗമാണ്. നമ്മുടെ ഒരു ചുരിദാറിനൊക്കെ ഒരു ഷേപ്പുള്ള ഒരു ഭാഗമുണ്ടല്ലോ. ആ ഭാഗത്തിൻ്റെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ 0-ൽ നിന്ന് 8-ലേക്കുള്ള അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ 14 ഇഞ്ചാണ്. ഒരുമാതിരി എല്ലാവർക്കും തന്നെ 14 ഇഞ്ച് മതി. പിന്നെയുള്ളത് 0-ൽ നിന്ന് 10-ലേക്കുള്ള ഇറക്കം, അതായത് അരവണ്ണം നമ്മൾ അളന്നെടുത്തേച്ച് അതും ഇതുപോലെ തന്നെ നെഞ്ചുവണ്ണത്തിൻ്റെ എടുത്ത പോലെ തന്നെ റൗണ്ട് ചെയ്ത് അരവണ്ണം എടുക്കുക. അരവണ്ണം എടുത്തിട്ട് അതിൻ്റെ 4/1 കണ്ടതിന് ശേഷം അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിടുക. ഈ ഷേപ്പ് എടുക്കുമ്പോഴും എല്ലാത്തിനും നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ ഇടണം. പിന്നെ താഴേക്കുള്ള ഭാഗം അതുപോലെ തന്നെ ഈ അരവണ്ണത്തിൻ്റെ അതേ അളവ് തന്നെ മതി. പിന്നെ നമ്മൾ കഷക്കുഴി കൊടുക്കുമ്പോൾ കഷക്കുഴി അളവെടുത്തു, അതായത് നമ്മൾ 4 to 5, 6 ഇഞ്ചാണ് ഇറക്കം എടുക്കണം. ആ ഇറക്കം എടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്നൊരു ചെറിയൊരു ഷേപ്പിൽ റൗണ്ട് ചെയ്ത് വരയ്ക്കണം. റൗണ്ട് ചെയ്തല്ല, ഒരു ചെറിയൊരു കർവ് പോലെ വരച്ചു കൊടുക്കണം. അതാണ് നമ്മൾ ഷേപ്പ് ചെയ്യണത്. പിന്നെ നമ്മൾ കൈക്കുള്ളതാണ്. കൈയുടെ ഇറക്കം എന്ന് പറയുന്നത് 0.1. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് ഇച്ചിരി വീതിയിൽ മടക്കി അടിക്കാൻ താഴെ. പിന്നെ കൈവണ്ണത്തിൻ്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ നമ്മൾ ചുരിദാറിൻ്റെ ആ
കഷക്കുഴിയുടെ അളവെടുത്ത് അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് കൈയുടെ അളവെടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ നെഞ്ചുവണ്ണത്തിൻ്റെ നാലിലൊന്ന് അതിൻ്റെ കൂടെയുള്ള തയ്യൽ തുമ്പും എല്ലാം കൂടെ കൂട്ടിയിട്ട് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തതിന് ശേഷം അതായത് ഇപ്പോൾ 0.1 എന്നുള്ളത് ഇറക്കവും 0.2 എന്നുള്ളത് വണ്ണവും. ആ 0.2 എന്നുള്ളതിൻ്റെ 2ൽ നിന്ന് 3ലേക്കുള്ള ഇറക്കം ഒരു 3 അല്ലെങ്കിൽ 3.5 ഇട്ട് ചെറിയൊരു ഷേപ്പ് കൊടുക്കാം. പിന്നെ 1.4 എന്ന് പറയുന്നത് നമ്മുടെ കൈയുടെ താഴെയുള്ള ഭാഗത്തിൻ്റെ വണ്ണമാണ്. അതും നമ്മൾ അളവെടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൂടുതൽ കൊടുക്കണം. 2 ഇഞ്ചൊക്കെ തയ്യൽ തുമ്പ് കൊടുക്കണം. നമ്മളെപ്പോഴും 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നമുക്കെപ്പോഴും ഒന്ന് ലൂസ് ചെയ്യേണ്ട ആവശ്യം വരുമോ, അല്ലെങ്കിൽ കഴുകുമ്പോൾ ചുരുങ്ങിപ്പോകുമോ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ ഒന്നങ്ങ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് ഏകദേശം ഒരു അളവുകൾ ഏകദേശം മനസ്സിലായല്ലോ. ഓരോരുത്തരുടെ വണ്ണത്തിൻ്റെ അനുസരിച്ചും പൊക്കത്തിൻ്റെ അനുസരിച്ചും കൈയിറക്കത്തിൻ്റെ അനുസരിച്ചും ഒക്കെ നമ്മൾ അളവെടുത്ത് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്താൽ മാത്രം മതി. ഇനി ഇതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് നാളെ ഞാൻ ഒരു കട്ടിങ് വീഡിയോ ആയിട്ടിടാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടുമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണേ.